അടുത്ത മേജർ സാധനമാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പലർക്കും ഈ സാധനം അറിയില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നോക്കാം. നമ്മുടെ അവിടെ ഇതാരാണ്? ബിജുക്കുട്ടനാണ്. ഓക്കെ, ഇത് ബിജുക്കുട്ടനോടെ നിൽപ്പുണ്ട്. ബിജുക്കുട്ടൻ ഒരു സ്കേറ്റ് ബോർഡിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ ഇങ്ങനെ എന്ന് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, റെഡി? പൂ പറപ്പിച്ചു. ഇനി ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, ഇതിനിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല. അങ്ങനെയാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഓരോ ചോദ്യം കറക്റ്റായിട്ട് ഉത്തരം പറയണം. അത് മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. പോസ്. എന്റെ ചോദ്യം, ഈ നിമിഷം ബിജുക്കുട്ടന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? പറ. പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും ആ നിമിഷം? ആ മാക്സിമം ആയിട്ട് പൊട്ടൻഷ്യൽ mgh ആയിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചില്ലേ ഇവനെ mgh, h ഹൈറ്റിലാണ് ഗ്രൗണ്ടിൽ നിന്ന് mgh ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബിജുക്കുട്ടന്റെ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിന്റെയും കൈനറ്റിക് എനർജിന്റെ സമ്മാണ്. പൊട്ടൻഷ്യൽ എനർജി mgh ഉണ്ട്. കൈനറ്റിക് എനർജി മാക്സിമം ആയിരുന്നുമ്പോൾ ഒരു നിമിഷത്തേക്ക് എന്താണ് അവൻ നിൽക്കും അല്ലെ? മാക്സിമം ആയിരുന്നു ഒരു നിമിഷത്തേക്ക് അവന്റെ വെലോസിറ്റി 0, അപ്പൊ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പൊ അവന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്? mgh തന്നെയാണ്. കാരണം കൈനറ്റിക് എനർജി ഇല്ല. മാക്സിമം ആയിരുന്നുമ്പോൾ വെലോസിറ്റി ഒരു നിമിഷത്തേക്ക് 0 ആവില്ലേ? അപ്പൊ ആ പോയിന്റിൽ എന്താണ്? അവന് കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി mgh ഉള്ളൂ. ഇനി എന്റെ ചോദ്യം, ബിജുക്കുട്ടൻ മെല്ലെ മെല്ലെ എന്താണ് താഴേക്ക് ഇറങ്ങി വരുമ്പോ അവന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയല്ലേ? ഇപ്പൊ mgh ഇവിടെ നിന്നാകുമ്പോൾ കുറെ ഉണ്ടായിരുന്നു പൊട്ടൻഷ്യൽ. ഇവിടെ നമ്മൾ ഹൈറ്റ് കുറഞ്ഞപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയാണ്. പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്. അപ്പം എന്റെ ചോദ്യം, ഇവന് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കുറയുന്നുണ്ടോ അല്ലെ സെയിം ആണോ അല്ലെ കൂടുന്നുണ്ടോ? നമുക്ക് തോന്നുന്നു പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട് അല്ലെ? mgh കുറഞ്ഞു അല്ലെ? കുറഞ്ഞു, ഇനിയും കുറയും. ഇവിടെ എത്തുമ്പോൾ വളരെ കുറച്ചുള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒന്നും ഇല്ല. പക്ഷേ എന്റെ ചോദ്യം, ഇതിന്റെ മെക്കാനിക്കൽ എനർജി, ടോട്ടൽ എനർജി, അതായത് പൊട്ടൻഷ്യൽ എനർജിന് കൈനറ്റിക് എനർജിന് രണ്ടും കൂടിയുള്ള സമ്മ് സെയിം ആയിരിക്കുമോ? അല്ല അതും കുറയുന്നുണ്ടോ? സാർ അത് കുറയില്ല. കാരണം എന്താണ്? ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്, പക്ഷെ ബിജുക്കുട്ടൻ താഴേക്ക് വരുന്നതനുസരിച്ച് അവന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ് കൂടില്ലേ? അതായത് അവന്റെ കൈനറ്റിക് എനർജി കൂടുന്നില്ലേ? പൊട്ടൻഷ്യൽ എനർജി കുറയുന്നതനുസരിച്ച് അവന്റെ എന്തുണ്ട്? അവന്റെ കൈനറ്റിക് എനർജി കൂടുന്നില്ലേ? കൈനറ്റിക് എനർജി കൂടുന്നുണ്ട് സാർ. അപ്പം മെക്കാനിക്കൽ എനർജി അഥവാ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആയി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ മെക്കാനിക്കൽ എനർജി അവ കോൺസ്റ്റന്റ് ആയി നിൽക്കും. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജിന്റെയും കൈനറ്റിക് എനർജിന്റെയും സമ്മാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി അവൻ താഴേക്ക് വരുമ്പോൾ കുറയുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എന്താണ്? കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അതായത് കീപ്പിംഗ് ഇവനെ കോൺസ്റ്റന്റ്. ഈ സാധനം എന്തായും? ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് യു കുറയുന്നുണ്ട്, പക്ഷെ കെ കൂടിയാ പോരെ, അത് കറക്റ്റ് കൂടും. അതാണ് അതിന്റെ ബ്യൂട്ടി. പക്ഷെ ഇത് എപ്പോഴാണ് സംഭവിക്കുക അറിയോ? ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സംഭവം നടക്കുന്നു? ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? ഇവന്റെ എല്ലാ മെക്കാനിക്കൽ എനർജിയും പോകില്ലേ? ഇവൻ എന്താണ്? ഫുൾ കൈനറ്റിക് എനർജി ഇവിടെ ഉണ്ടാവും അല്ലെ? ഫ്രിക്ഷൻ കുറെ കൊണ്ടോ, കുറെ എനർജി ഫ്രിക്ഷൻ കൊണ്ടോ? ഫ്രിക്ഷൻ ഒന്നും ഇല്ല. ഫ്രിക്ഷൻ പോലത്തെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിലേ ഈ പരിപാടി നടക്കുള്ളൂ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ല, ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ഇവിടുന്ന് ആ ഹൈറ്റിൽ തന്നെ പോകും, അവിടുന്ന് ഈ ഹൈറ്റിൽ തന്നെ വരും. ഇവിടെ എന്താണ്? ആ മൊത്തം പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറും. അത് ഇങ്ങനെ എക്സ്ചേഞ്ച് ആയി കളിക്കും. മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഫ്രിക്ഷൻ വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നടക്കുന്നില്ല. ഈ സാധനത്തിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഈ ഡിസ്കവറിനെയാണ് നമ്മൾ വിളിക്കുക കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. വിസ്കസ് ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. എയർ കാരണമുള്ള ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കുറയാം, കൈനറ്റിക് എനർജി അതിനനുസരിച്ച് കൂടിക്കോളും. കൈനറ്റിക് എനർജി കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കോളും. മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം വാട്ട് ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി? ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് കൺസർവ്ഡ് അഥവാ കോൺസ്റ്റന്റ് if the forces doing work on it are conservative. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നോൺ കൺസർവേറ്റീവ് ഫ്രിക്ഷൻ പോലത്തെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നില്ല എങ്കിലേ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആവുള്ളൂ അഥവാ കോൺസ്റ്റന്റ് ആയി നിൽക്കുള്ളൂ. തലയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി കയറിയെങ്കിൽ സാർ ക്രിസ്റ്റൽ ക്ലിയർ ആയി വരും. നല്ല മനസ്സിലാക്കണം, നല്ലോണം മനസ്സിലാക്കണം. ഓക്കെ, കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരും എപ്പോഴാണ് ഈ ഫ്രിക്ഷൻ വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാട്ടോ. ശരി, ഇത് മനസ്സിലായല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ പരീക്ഷയിൽ 100% വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഇത് പ്രൂവ് ചെയ്യാൻ പറയും. ഇത് പ്രൂവ് ചെയ്യും.
ഞാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞ എന്താണ് കൈനറ്റിക് എനർജി കൂടിക്കോളും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞോളും അതൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ കൈനറ്റിക് എനർജി അത്ര തന്നെ കൂടും? അതായത് ആദ്യം പൊട്ടൻഷ്യൽ എനർജി ബിജുകൂട്ടൻ എന്താണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 30 ജൂളാണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നിലത്തെത്തുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി 0. പക്ഷെ ആ സമയത്ത് മെക്കാനിക് എനർജി കോൺസ്റ്റന്റ് ആണ്. കൈനറ്റിക് എനർജി എത്ര ഉണ്ടാവണം? 30 ജൂൾ ഉണ്ടാവണം. പക്ഷെ 30 ജൂൾ ഉണ്ടാവണം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 29 ജൂളാണ് സാർ കള്ളം പറയുന്നത്. 25 ജൂളാണെങ്കിലോ? അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ പരീക്ഷയിൽ അതിനെ പറയാൻ പോകുന്ന പരീക്ഷയിൽ പ്രൂവ് ചെയ്യാൻ പറയും. പക്ഷെ ബിജുക്കുട്ടിന്റെ കേസ് അല്ല. സിമ്പിൾ ആയിട്ട് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫ്രീ ഫാളിൽ ഒരു സാധനം ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ 3 പോയിന്റ്സ് എടുത്തിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം അവന്റെ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന്. അസ്യൂമിങ് ഇവിടെ ഫ്രിക്ഷൻ ഇല്ല, എയർ ഡ്രാഗ് ഒന്നും ഇല്ല എങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കിയാലോ? അതിനുവേണ്ടി നമ്മളൊരു ബോളിനെ ഇമാജിൻ ചെയ്യുക. ആ ബോൾ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് രണ്ട് വേറെ വേറെ ബോൾ അല്ല. ആ ബോൾ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് വരുമ്പോൾ ഇതാണ് അതിന്റെ പിക്ചർ. കുറച്ചും കൂടി ഡിസ്റ്റൻസ് വരുമ്പോൾ ഇതാണ് അതിന്റെ പിക്ചർ. നിലത്ത് എട്ടാവുന്നതിന് ഇതാണ് പിക്ചർ. ഓക്കെ, അപ്പൊ 3 പിക്ചേഴ്സ് എടുത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഫ്രെയിമിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ശരി. അവൻ ആ ബോൾ ഇനീഷ്യലി അവന്റെ വെലോസിറ്റി എത്രയാണ്? അതിന് V1 എന്ന് വിളിക്കാം. എത്രയാണ്? 0 ആണ്. ജസ്റ്റ് റെസ്റ്റ് എന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നേ ഉള്ളൂ. 0 വെലോസിറ്റി ആണ്. കുറച്ച് കഴിയുമ്പോൾ 2 എന്ന് പറഞ്ഞ സ്ഥലത്ത് വെലോസിറ്റി എത്രയായിരിക്കും? V2 എത്രയായിരിക്കും? അത് നമ്മളിപ്പോ തന്നെ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഡെറിവേഷൻ സിമ്പിൾ ആയിട്ട് തീരും. നിങ്ങൾക്കറിയാം V² = U² + 2as. പഠിച്ചല്ലേ? V² = U² + 2as അറിയാം. ഇനി U² ഇല്ലാന്ന് വിചാരിക്കും, ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാന്ന് വിചാരിക്കും. അപ്പം V² = വെറും 2as. അപ്പൊ 2 × A × ഡിസ്പ്ലേസ്. ഇനി ഗ്രാവിറ്റി ആണ് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നത്. വേറെ ആരെങ്കിലും ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടോ? വേറെ ഫോഴ്സ് ഉണ്ടോ? ഉന്തുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ 2 × G × S. ശരിയല്ലേ? 2gs. ശരി. അങ്ങനെയാണ് നിങ്ങൾ പറ ഈ V2² എത്രയായിരിക്കും? ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. അപ്പം V2² എന്ന് പറഞ്ഞാൽ 2 × G × S എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് x ആയിട്ട് എടുക്കാം. x ആയിട്ട് എടുത്തു, കാരണം മൊത്തം h അല്ല, മൊത്തം h, ഇത് x ആയിട്ട് എടുത്തു. അങ്ങനെയാണ് V² എന്തായിരിക്കും? ഒന്നുമില്ല, 2 × G × x ആയിരിക്കും. ഉള്ളൂ. എത്ര ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിച്ചു? x ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ 2gx. മനസ്സിലാവുന്നുണ്ടോ? തലേക്ക് എത്തിയോ? ശരി. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് x ആണെങ്കിൽ ഇത് h ആണ്. ഈ ബാക്കിയുള്ള എത്രയാ? മൊത്തം h ആണ്. x പോയി, ബാക്കി എത്രയാണ്? h - x അല്ലേ? എടോ, മൊത്തം h ന്ന് x പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? h - x അല്ലേ? അപ്പൊ ഇത് h - x ആണല്ലോ. ഈ ഹൈറ്റ് ഇത്ര h - x ആണല്ലോ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി. എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലാക്കി പോണം. ശരി. അങ്ങനെയാണ് നിങ്ങൾ ഇതും കൂടി പറഞ്ഞു തന്നെ. ഈ ഫൈനൽ വെലോസിറ്റി V3 എന്ന് പറഞ്ഞ ഈ വെലോസിറ്റി അതിന്റെ സ്ക്വയർ എത്രയായിരിക്കും? ഒന്നുമില്ല, 2 × G × ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? മൊത്തം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h ഡിസ്പ്ലേസ്മെന്റ് അല്ല, അവിടെ മുതൽ ഇവിടെ വരെ h ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് 2 × G × h ആയിരിക്കും. 2gh ആയിരിക്കും. അപ്പൊ 3 വെലോസിറ്റിന്റെ സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ നോട്ടെ. അതെല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെങ്കിൽ തപ്സം പഠിച്ച് എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനീഷ്യൽ വെലോസിറ്റി 0, ഇവിടുത്തെ വെലോസിറ്റി V² = 2gs ആണ്. പക്ഷെ 2gx ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് 2gx എന്ന് എഴുതി വെച്ചു. ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ V² = 2g × ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മൊത്തം h ആണ്. അപ്പൊ 2gh എന്ന് എഴുതി. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തെ മെക്കാനിക്കൽ എനർജി സെയിം ആണെന്ന് കാണിക്കും അല്ലേ? @1. നമ്മുടെ ഗോൾ എന്താണ്? ഓരോ സ്ഥലത്തെ മെക്കാനിക്കൽ എനർജി സെയിം ആണ്, കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കണം നമ്മുടെ ഗോൾ. അങ്ങനെയാണ് 1 എന്ന് പറഞ്ഞ സ്ഥലത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്ര ഇരിക്കും? ഒന്നുമില്ല. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിനും കൈനറ്റിക് എനർജിനും സമ്മാണ്. എന്തായാലും 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൈനറ്റിക് എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? h ഹൈറ്റിലാ സാധനം ഉള്ളത്. എവിടെയാണ്? ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റാണ്. പൊട്ടൻഷ്യൽ എത്രയാണ്? ഒന്നുമില്ല, m × G × h, mgh. അപ്പൊ 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് അവന് മെക്കാനിക്കൽ എനർജി എന്താണ്? mgh തന്നെയാണ്. കാരണം കൈനറ്റിക് എനർജി ഇല്ലല്ലോ, പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ലേ ഉള്ളൂ. മനസ്സിലായല്ലോ? ശരി. ഇനി 2 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള സ്ഥലം. അതിനേക്കാൾ നല്ല 3 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നേരെ പോവാം. ഏറ്റവും താഴെയുള്ള പോയിന്റ്. അതിനുശേഷം 2ലേക്ക് വരാം. 3 എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ പറഞ്ഞു. മെക്കാനിക്കൽ എനർജി എത്രയായിരിക്കും? പറ. മെക്കാനിക്കൽ എനർജി E = പൊട്ടൻഷ്യൽ എനർജിന് കൈനറ്റിക് എനർജിന് സമ്മാണ്. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇവിടെ ഗ്രൗണ്ട് ടച്ച് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? m × G × ഹൈറ്റ് 0 ആണ്. ഇവിടെ ഹൈറ്റ് എത്രയാണ്? 0 ആണ്. അതായത് അവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അവനെന്നില്ല. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി ആകെ ആലോചിക്കേണ്ടത് കൈനറ്റിക് എനർജി എത്രയാണ്? കാരണം പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ട് എത്തുമ്പോൾ 0 ആണ്. കൈനറ്റിക് എനർജി എത്രയാണ്? ½ m × V എത്രയാണ്? V3² ആണ് അല്ലെ? V3² എത്രയാണ്? 2gh ആണ്.
ഞാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ. ഹാഫ് എം ബി സ്ക്വയർ ആണ്, പക്ഷെ ബി സ്ക്വയർ എനിക്ക് ഓൾറെഡി അറിയാം, താഴത്തെ വെലോസിറ്റി 2gh ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh. ഇനി ആലോചിച്ചോക്കെ, ഈ ഈസ് ഈക്വൽ ടു ബേസിക്കലി ഹാഫും 2ഉം കൂടെ കട്ടായി പോകും. ഹാഫും 2ഉം കട്ടായി പോലെ mgh അല്ലേ ബാക്കിയുള്ളൂ. സാർ കൊള്ളാലോ സംഭവം. വീണ്ടും നമുക്ക് കിട്ടി മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് കിട്ടി. അതെങ്ങനെയാ കിട്ടിയത്? mgh നേരെ എഴുതി വെച്ച്, പൊട്ടൻഷ്യൽ എനർജി അല്ല mgh, കൈനറ്റിക് എനർജിയാണ് mgh. ഓ സാർ, ഇത് മനസ്സിലായി. പൊട്ടൻഷ്യൽ എനർജി താഴെ ഉള്ളപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, mgh ഇല്ല, 0 ആണ്. പക്ഷെ കൈനറ്റിക് എനർജി നമ്മൾ ഇട്ട് നോക്കിയാൽ മനസ്സിലായി mgh ആണ്. ഓ സാർ, ബ്യൂട്ടിഫുൾ, മാജിക്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് പൊസിഷനിൽ മെക്കാനിക് എനർജി നമുക്ക് എന്തായിട്ട് കിട്ടി? mgh ആയിട്ട്. ഇനി ആ രണ്ടാമത്തെ 1ഉം 3ലും mgh ആയിട്ട് കിട്ടി. ഈ 2ലെയും കൂടെ mgh ആണെന്ന് പ്രൂവ് ചെയ്ത് നമ്മുടെ പരിപാടി തീരും. ഓക്കെ, അപ്പൊ 2ലെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മഞ്ഞ കളർ എടുക്കാം. 2 എന്ന് പറഞ്ഞ പോയിന്റ് മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ഈ സമയത്ത് ഇവൻ ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഏതോ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി? m ഇൻറ്റു g ഇൻറ്റു h ആണോ? അല്ല, h ഹൈറ്റിലല്ല നിൽക്കുന്നത്, അവൻ h മൈനസ് x ഹൈറ്റിലാണ് നിൽക്കുന്നത്. ശരിയല്ലേ? h ആയിരുന്നാണ് എത്രയാണ്? ഇവൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? h മൈനസ് x എന്ന് പറഞ്ഞ ഹൈറ്റിലാണ്. അപ്പൊ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? mg ഇൻറ്റു h മൈനസ് x പറ്റുള്ളൂ, കാരണം h മൈനസ് x ഹൈറ്റിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? h മൈനസ് x. അപ്പൊ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? m ഇൻറ്റു g ഇൻറ്റു h മൈനസ് x പാടുള്ളൂ. h എന്ന് പറഞ്ഞാൽ അവിടെ അത്രയുണ്ട്, അത്രയും അവിടെയാണ് നിൽക്കുന്നത്, സാധനം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ എത്രയാണ്? 2gx ആണ് v സ്ക്വയർ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ v സ്ക്വയർ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകണ്ട. അതുകൊണ്ടാണ് നേരത്തെ എല്ലാത്തിനെയും v സ്ക്വയർ അവിടെ v സ്ക്വയർ അല്ല, v സ്ക്വയർ കണ്ടുപിടിച്ചത്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ v സ്ക്വയർ എത്രയാണ്? 2gx ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സിമ്പിൾ ആണ്, ആലോചിച്ച് നോക്കിയേ. mgന് ഉള്ളിൽ കയറ്റാ, ആദ്യം hന് കൊടുക്കുക, അപ്പൊ mgh കിട്ടി. mgന് ഉള്ളിൽ കയറ്റി മൈനസ് mgx കിട്ടി. അപ്പൊ ആദ്യം hന് കൊടുക്കും, mgh കിട്ടും. പിന്നെ mg മൈനസ് x കൊടുക്കും, മൈനസ് mgx കിട്ടും. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുക? ഹാഫും 2ഉം കട്ടായി പോകും, പിന്നെ mgx മാത്രമേ ബാക്കിയുള്ളൂ, mgx ബാക്കി ഉണ്ടാവും. ഇനി ആലോചിച്ച് നോക്കിയാൽ, ഒരു പ്ലസ് mgxും ഒരു മൈനസ് mgxും രണ്ടും കൂടി പോയാൽ വെറും mgh മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു mgh മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ദ മെക്കാനിക്കൽ എനർജി ഈസ് അഗെയിൻ mgh മാത്രം. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ mgh, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ mgh, 3 എന്ന് പറഞ്ഞ പോയിന്റിലും mgh. ഏത് പോയിന്റ് എടുത്താലും, നിങ്ങൾ റാൻഡം എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈനലി നമുക്ക് മനസ്സിലായി, mgh തന്നെയായിരിക്കും ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ദാറ്റ് മീൻസ് ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ് ത്രൂ ഔട്ട് ദ ഫ്രീ ഫോൾ മോഷൻ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ വൃത്തിക്ക് ഈ ഡെറിവേഷൻ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് 4 to 6 മാർക്കിന് വരെ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഗ്രാഫും കൂടി ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിന് വരെ ഈ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ 6 മാർക്കിനുള്ള സ്കോപ്പ് ആണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ 1, 2, 3 എടുക്കാം, 3 ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റ് ഒന്ന് കത്തിച്ചേ, ഒന്ന് ഫയർ ഇമോജി കിട്ടണം, ഒന്ന് കത്തിച്ചേ. കാരണം നമ്മൾ ഈ ചാപ്റ്റർ തീരാനേ, കുറച്ച് കാര്യം കൊണ്ട് പഠിച്ച് ചാപ്റ്റർ തീരും. പിന്നെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്, വേഗം തീരും കേട്ടോ. ഓക്കെ, സെലിബ്രേഷൻ വേണോ? ഈ ചാപ്റ്റർ തീർക്കട്ടെ, എന്നിട്ട് സെലിബ്രേഷൻ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ചെയ്താൽ ഈ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സാധനം ചെയ്ത് വെക്കുക കേട്ടോ. ശരി.